ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് അഥവാ മഴക്കാട്. ബ്രസീൽ, കൊളംബിയ, വെനസ്വേല തുടങ്ങി 8ഓളം രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന 5.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ഭീമൻ എക്കോസിസ്റ്റം. ചുരുക്കി പറഞ്ഞാൽ ആമസോൺ മഴക്കാട്. സോ ഇന്ന് ക്രേസിപ്പിയുടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്കറിയാത്തതും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായിട്ടാണ്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലിട്ടു. ആദ്യം തന്നെ ആമസോൺ മഴക്കാട്ടിലെ മൃഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അവിടെ 1300-ൽ കൂടുതൽ ഇനത്തിലുള്ള പക്ഷികളും 3000-ൽ കൂടുതൽ ഇനം മീനുകളും 430-ൽ കൂടുതൽ ഇനം സസ്തനികളും 40,000-ൽ കൂടുതൽ ഇനം മരങ്ങളും 25 ലക്ഷത്തിൽ കൂടുതൽ ഇനം ചെറുപ്രാണികൾ പോലുള്ള ജീവികളും കൂടാതെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇലക്ട്രിക് എലിയിൽ പിരാന കൂടാതെ വിഷത്തവളകൾ എന്നിവയും അവിടെയുണ്ട്. പിരാനകൾക്ക് പ്രത്യേകം പേര് കേട്ട നദിയാണ് ആമസോൺ നദി. കൂടാതെ ഭൂമിയിലെ 70% ജാഗ്വാർസും ഉള്ളത് ഇവിടെയാണ്. ആമസോൺ മഴക്കാട് എന്നത് മറ്റുള്ള മഴക്കാട് പോലെയല്ല, മറിച്ച് നല്ല തിക്കുള്ള മരങ്ങളാണ് അവിടെ ഭൂരിഭാഗവും. ഈ കാടിന്റെ കൂടുതൽ ഭാഗത്തും അതിന്റെ നിലമെന്നത് തീർത്തും ഇരുണ്ടതായിരിക്കും. ഒപ്പം ചില ഭാഗങ്ങളിൽ സൂര്യപ്രകാശം പോലും കടക്കുകയില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആ ഭാഗങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ ആ ജലം മണ്ണിലെത്താൻ ഏകദേശം 10 മിനിറ്റെങ്കിലും വേണ്ടിവരും. കാരണം അത്രയ്ക്ക് തിക്കായിട്ടുള്ള മരങ്ങൾ കൊണ്ട് മൂടിയതാണ് അവിടെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ സ്ഥലത്തിന്റെ ഭീകരത എത്രത്തോളമാണ് എന്ന്. ആമസോൺ മഴക്കാടിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ആമസോൺ നദിയെക്കുറിച്ച്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി ഈജിപ്തിലെ നൈൽ നദിയാണ് എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്നത് ആമസോൺ നദിയാണ്. നൈൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും നീളമുള്ള നദിയും ഈ നദി തന്നെയാണ്. 6400 കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ആമസോൺ നദിക്ക്. കൂടാതെ 2007-ൽ മാർട്ടിൻ സ്റ്റെൽ എന്ന നീന്തൽ വിദഗ്ധൻ 66 ദിവസം എടുത്ത് ഈ നദി മുഴുവനായി നീന്തി കടന്നിട്ടുണ്ട് എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത. ആമസോൺ മഴക്കാടുകളുടെ മണ്ണിൽ 200 ബില്യൺ ടൺസിൽ കൂടുതൽ കാർബണാണ് ഉള്ളത്. കൂടാതെ അവിടെയുള്ള ചില മരങ്ങൾക്ക് 1000 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ ആമസോൺ ഫോറസ്റ്റ് എന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മാത്രമല്ല, മറിച്ച് പുറം ലോകവുമായി ബന്ധമില്ലാത്ത 50-ൽ കൂടുതൽ വർഗത്തിൽപ്പെടുന്ന ആദിവാസികളടക്കം 47 മില്യൺ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. വേട്ടയാടിയതിൻ്റെ മാംസവും മരത്തിൽ നിന്നുമുള്ള പഴങ്ങളും വേരുകളും കിഴങ്ങുകളുമെല്ലാമാണ് അവിടെയുള്ള ആദിവാസികൾ കൂടുതലും കഴിക്കാറുള്ളത്. കൂടാതെ ഓരോ വർഗത്തിലുള്ള ആദിവാസികളും അവരവരുടെ കൾച്ചറിലുള്ള ഭക്ഷണമാണ് കൂടുതലും കഴിക്കാറുള്ളത്. ഇത്രയും സമ്പന്നമായ എക്കോസിസ്റ്റമുള്ള ഈ മഴക്കാടുകൾ കൽക്കരി ഖനനത്തിനും ഗോൾഡ് ഖനനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് കാരണം തന്നെ ആമസോൺ മഴക്കാടുകൾ വലിയ തോതിൽ തന്നെ വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഇങ്ങനെ കാട് വെട്ടിത്തളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ കാട് മാത്രമല്ല, ആ കാടിനെ ആശ്രയിക്കുന്ന മുഴുവൻ ജീവികളുടെയും വംശനാശം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം തടയണമെങ്കിൽ നമുക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.